എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. നിരന്തരമായിട്ട് വിദ്യാർത്ഥികൾ മെസ്സേജ് അയക്കുന്നത് കൊണ്ട് തന്നെ നമ്മളെ വിശ്വസിച്ച് നമ്മുടെ ചാനലിനോടൊപ്പം തുടരുന്ന നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ക്ലാരിഫിക്കേഷൻസ് നൽകേണ്ടത് ഞങ്ങളുടെ തന്നെ ചുമതലയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മടിക്കേണ്ട, സബ്സ്ക്രൈബ് ചെയ്തോളൂ. തീർച്ചയായിട്ടും ഉപകാരപ്രദമായിട്ടുള്ള വിദ്യാഭ്യാസ വാർത്തകളും അവധി അറിയിപ്പുകളും മറ്റ് വാർത്തകളും ഒക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. കാര്യത്തിലേക്ക് തന്നെ കടക്കാം. സ്വകാര്യ ബസ് സമരം സ്കൂൾ വിദ്യാർത്ഥികളെ ബാധിക്കുമോ, അവധി ഉണ്ടാകുമോ എന്നൊക്കെയാണ് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരൊറ്റ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ധാരണ കിട്ടും. ചിലർ കമൻറ്റ് ചെയ്യുണ്ടായി, സാർ ഞങ്ങളുടെ സ്കൂളിലെ ടീച്ചർമാർ പ്രൈവറ്റ് ബസ്സിലാണ് വരുന്നത്, അതുകൊണ്ട് എന്തായാലും നാളെ അവധിയായിരിക്കും. വേറെ കുറച്ച് പേരെന്താണ്, ഞങ്ങൾ പ്രൈവറ്റ് ബസ്സിലാണ് പോകുന്നത്, അതുകൊണ്ട് നാളെ എങ്ങനെ പോകും എന്നൊക്കെ ഒരുപാട് കമൻറ്റുകൾ കാണാൻ സാധിച്ചു. ഇതിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ജൂലൈ 8-ാം തീയതി ചൊവ്വാഴ്ച സ്വകാര്യ ബസ് പണിമുടക്ക് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇന്ന് നടന്ന ചർച്ച എന്തായാലും ഫലം കണ്ടില്ല. അതുകൊണ്ട് സൂചനാ പണിമുടക്ക് ഇന്നും, ഇനി അങ്ങോട്ടൊരു തീരുമാനം ഉണ്ടായില്ല എങ്കിൽ 22-ാം തീയതി മുതൽ അനിശ്ചിതകാല പണിമുടക്കുമാണ് നടക്കാൻ പോകുന്നത്. ഇതിൽ CBSE സ്കൂളുകൾക്കും അതുപോലെ തന്നെ മറ്റ് പ്രൈവറ്റ് സ്കൂളുകൾക്കും ഈ അവധി ബാധിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ പറയാൻ കാരണം, നിങ്ങൾ ഒരു പക്ഷേ സ്കൂൾ ബസ്സിലായിരിക്കും നിങ്ങളുടെ സ്കൂളിലെ അധികം ആൾക്കാരും വരുന്നത്. അങ്ങനെയാണ് എങ്കിൽ മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ ഇത്തരത്തിൽ സ്വകാര്യ ബസ്സുകളെ ആശ്രയിച്ച് സ്കൂളുകളിൽ എത്തുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഗതാഗത തടസ്സങ്ങൾ ഉണ്ടാകാൻ പോകുന്നില്ല. പറഞ്ഞ പോലെ ക്ലാസ്സുകൾ നടക്കും. അതുപോലെ കൊച്ചുകുട്ടികളുടെ കാര്യം, ഒരു LP വരെയുള്ള ക്ലാസ്സുകൾ എടുത്താലും അവരൊന്നും ഈ പ്രൈവറ്റ് ബസ് ഉപയോഗിക്കുന്നവർ വളരെ കുറവാണ്. അപ്പോൾ LP വരെയുള്ള സ്കൂളുകാർക്കും ഈ ഒരു സ്വകാര്യ ബസ് പണിമുടക്ക് ബാധിക്കാൻ പോകുന്നില്ല. പ്രധാനമായിട്ടും ബാധിക്കുന്നത് നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ 5 മുതൽ +2 വരെ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ടല്ലോ. അപ്പോൾ കോളേജുകൾക്ക് ഈ സ്വകാര്യ ബസ് പണിമുടക്ക് അവധി എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ഓപ്ഷനിലാണ്. വേണമെങ്കിൽ അവധി എടുക്കാം. ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കുട്ടികളുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിൽ ചോദിക്കാം. അതായത് ഓരോ സ്കൂളിലും ഓരോ പ്രദേശത്തെയും സാഹചര്യം അനുസരിച്ചാണ്. ഇപ്പോൾ KSRTC അധികമായിട്ടുള്ള ഒരു ഏരിയ ആണ് എങ്കിൽ അവിടെ സ്വകാര്യ ബസ് പണിമുടക്ക് ബാധിക്കാൻ പോകുന്നില്ല. എറണാകുളം, കൊച്ചി പോലൊരു സ്ഥലമാണെങ്കിൽ നമുക്കറിയാം അവിടെ മുഴുവൻ എന്താണ്, സ്വകാര്യ ബസ്സുകളാണ്. അതിനെ ആശ്രയിക്കുന്ന വലിയൊരു വിഭാഗം കുട്ടികളുണ്ട്. സ്കൂളുകളിലേക്ക് പോകാനായിക്കോട്ടെ, തിരിച്ചു വരാനായിക്കോട്ടെ. അങ്ങനെ വരുമ്പോൾ അവരെ അവധി ബാധിക്കാം. അപ്പോൾ ഇതിലൊരു വ്യക്തമായിട്ടുള്ള ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തരാൻ ഉത്തരവാദിത്തമുള്ളവരെന്ന് പറയുന്നത് നിങ്ങളുടെ സ്കൂൾ ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ് ടീച്ചറാണ്. HMന്റെ ഒരു അറിയിപ്പോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണമോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം നാളെ ക്ലാസ് ഉണ്ടോ ഇല്ലയോ എന്ന്. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങൾ എങ്ങനെയാണ് സ്കൂളുകളിൽ പോകുന്നത്, ഈ ഒരു സ്വകാര്യ ബസ് പണിമുടക്ക് നിങ്ങളെ ബാധിക്കുമോ. അതെന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഏറ്റവും പുതിയ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ റെഡിയാണ്, റിപ്ലൈ കിട്ടും.